വൈജ്ഞാനിക നവോത്ഥാന സരണിയിൽ ശ്രദ്ധേയമായ 20 ആണ്ട് പിന്നിട്ട തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രമായ ജാമിയ അഷ്അരിയ ഇസ്ലാമിയയുടെ 20ാം വാർഷിക സമ്മേളനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന സൗഹൃദ സമ്മേളനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വർത്തമാന കേരളത്തിലും വിശിഷ്യ ഇന്ത്യ രാജ്യത്തും വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ഇത്തരത്തിലുള്ള സൗഹൃദ സമ്മേളനങ്ങളെ കൊണ്ട് നാം ഉദ്ദേശിക്കപ്പെടുന്നത്. നമുക്കറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ മാനവ സംഗമങ്ങളും സൗഹൃദ ഛായകളും സൗഹൃദ പന്തലുകളുമൊക്കെ ഒരുക്കി വർത്തമാന കേരളത്തിലെ ഏറ്റവും പുതിയ സാഹചര്യം വളരെ ഭീതിജനകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഇന്ത്യ രാജ്യത്തെ മാനവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നേ കഴിഞ്ഞുപോയ നമ്മുടെ മുൻഗാമികളായ കാർന്നവന്മാർ അവർ ഈ രാജ്യത്ത് വരച്ചു കാണിച്ച സൗഹൃദത്തിന്റെയും ഐക്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശങ്ങളെ തിരിച്ചു പിടിക്കേണ്ട ഏറ്റവും അത്യാവശ്യകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദിനംപ്രതി വാർത്താ മീഡിയകളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ ഞെട്ടിപ്പിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ ഏറ്റവും ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ചുറ്റുപാടുകളെ കൊണ്ടുപോകുന്നോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് ഇത്തരത്തിലുള്ള സൗഹൃദ സമ്മേളനങ്ങളുടെ മാറ്റുകൂട്ടുന്നത്. നമുക്കറിയാം, നാം അതിജീവിക്കുന്ന ഇന്ത്യ രാജ്യം നാനാത്വത്തിൽ ഏകത്വമെന്ന സമുന്നത സംസ്കാരത്തിന്റെ സംഗമഭൂമിയാണ്. ഇന്ത്യ രാജ്യത്തോളം മനോഹാരിത നിറഞ്ഞ സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഒരു രാജ്യത്തെയും ലോകത്തെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. നമുക്കറിയാം, ഈ രാജ്യത്തിന്റെ മനോഹാരിതയെ വർണ്ണിച്ച കവികൾ, ഈ രാജ്യത്തിന്റെ പൈതൃകത്തെ പാടിപ്പുകഴ്ത്തിയ നമ്മുടെ മുൻഗാമികൾ, അവരൊക്കെ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ കുറെ സന്ദേശങ്ങളുണ്ട്. ഈ രാജ്യത്ത് പുതിയ തലമുറ ന്യൂജൻ മറന്നുകൊണ്ടിരിക്കുന്ന പഴയകാല പൈതൃകങ്ങളിലേക്കും സ്മരണകളിലേക്കും ഇത്തരത്തിലുള്ള വേദികൾ ചർച്ചയാകണം. നമുക്കറിയാം, ഞാൻ ഓർത്തുപോകുന്നത് മാതൃഭൂമി ദിനപത്രത്തിന്റെ സ്ഥാപക നേതാവായ KP കേശവമേനോൻ, അദ്ദേഹത്തിന്റെ നവഭാരത ശില്പികൾ എന്ന ഒരു പുസ്തകമുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ തീജ്വാലയിലേക്ക് എടുത്തുചാടി അധിനിവേശ തമ്പുരാക്കന്മാരുടെ തീതുപ്പുന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ ഇടനെഞ്ചുകാട്ടി ഈ രാജ്യത്തിനു വേണ്ടി ധീരരക്തസാക്ഷിത്വം വരിച്ച, അതല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ പൈതൃകത്തിനു വേണ്ടി വീറോടെ പൊരുതിയ വിപ്ലവകാരികളെ പരിചയപ്പെടുത്തുന്ന നവഭാരത ശില്പികൾ എന്ന പുസ്തകത്തിൽ KP കേശവമേനോൻ വരച്ചിടുന്ന ഏതാനും വരികൾ നമ്മുടെ ഈ സൗഹൃദ സമ്മേളനത്തിന് ഒരു സന്ദേശമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് 2 വ്യക്തികളെയാണ്. ഒരു വ്യക്തി ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട ഭൂമികയിൽ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന പേരിൽ അറിയപ്പെട്ട ഈ രാജ്യത്തിന്റെ പ്രിയങ്കരനായ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി. മറ്റൊന്ന്, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അധിനിവേശ തമ്പുരാക്കന്മാരുടെ കോട്ടകൊത്തളങ്ങളെ കിടുകിടാ വിറപ്പിച്ച ഈ രാജ്യത്തിന്റെ ഗർജിക്കുന്ന സിംഹമായി മാറിയ
ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും പൈതൃകത്തെയും ഉരുക്കുചങ്ങലകളാൽ ബന്ധിപ്പിച്ച ബ്രിട്ടീഷ് തമ്പുരാക്കന്മാരുടെ കോട്ടകൊത്തളത്തിലേക്ക് ഇരച്ചു കയറി ജോർജ് പഞ്ചാബിന്റെ നേരെ തന്റെ ചൂണ്ടുവിരലുയർത്തി, മിസ്റ്റർ ജോർജ്, ഒന്നല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എനിക്ക് തരണം. സ്വതന്ത്ര ഭൂമിയായ ഇന്ത്യയിൽ ആശ്വാസത്തോടുകൂടി ജീവിക്കുവാനുള്ള സന്തോഷകരമായ സാഹചര്യം ഉണ്ടാക്കണം. അല്ല എങ്കിൽ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകുന്നില്ല എങ്കിൽ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശമില്ല എങ്കിൽ എന്റെ ജനാസ പോലും ഇന്ത്യ രാജ്യത്തടക്കരുത് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ വിപ്ലവ പോരാട്ട കളരിയിൽ ഗർജനമായി മാറിയ മൗലാന മുഹമ്മദ് അലി ജൗഹർ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ആ മഹാനുഭാവന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്ന നിലയിൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ശബ്ദിച്ചു. പക്ഷേ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാത്തതിന്റെ പേരിൽ മൗലാന മുഹമ്മദ് അലി ജൗഹറെ അടക്കിയിരിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്താണ്. ഞാൻ പറഞ്ഞു വരുന്നത് പി കേശവമേനോൻ അദ്ദേഹത്തിന്റെ നവഭാരത ശില്പികൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും ഹൃദ്യമായ ഒരു അനുഭവം, ഈ പുതിയ തലമുറ, പുതിയ സമൂഹം വായിച്ചൊടുക്കേണ്ട അനുഭവം. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരവധി സത്യാഗ്രഹങ്ങൾക്ക് നേതൃത്വം നൽകിയ, നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധിജി ഡൽഹിയിൽ എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾ ഒരു വട്ടമല്ല, ഒരുപാട് വട്ടം ഗാന്ധിജി ഡൽഹി സന്ദർശിക്കാറുണ്ട്. ആ സന്ദർശിക്കുന്ന ഓരോ സാഹചര്യത്തിലും ഗാന്ധിജിക്ക് വേണ്ടി പ്രത്യേകമായി സ്വീകരണങ്ങൾ ഏർപ്പെടുത്തുവാൻ അന്ന് ഈ രാജ്യത്തിന്റെ പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുടെ കോൺഗ്രസ് ഭവൻ ഡൽഹിയിലുണ്ട്, ബിർള ഹൗസ് ഡൽഹിയിലുണ്ട്. പക്ഷേ ഗാന്ധിജി തേടി പുറപ്പെടുന്നത്, ഗാന്ധിജി മുന്നറിയിപ്പോടുകൂടി സന്ദേശം നൽകുന്നത് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ വീട്ടിലേക്കാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഗാന്ധിജി വരുന്നു എന്നറിഞ്ഞാൽ മൗലാന മുഹമ്മദ് അലി ജൗഹർ അദ്ദേഹത്തിന്റെ വീടിൽ പ്രത്യേകമായി തയ്യാറാക്കുന്നു ഒരു റൂം, പ്രത്യേകമായ വിരിപ്പുകൾ ഒരുക്കുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നുള്ള മാംസാഹാരങ്ങൾ പൂർണ്ണമായും നിരോധിക്കുന്നു. ഗാന്ധിജിയുടെ വരവിനെ വരവേൽറ്റുകൊണ്ട് പിന്നെ വീടിന്റെ അകത്തളങ്ങളിൽ വേവുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വെജ് വിഭവങ്ങളാണ്. ഗാന്ധിജി സത്യാഗ്രഹങ്ങൾക്ക് മുന്നിൽ നിന്ന് പോരാടുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ഷീണിതനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആര്യവൈദ്യത്തിൽ കാച്ചിയെടുത്ത പ്രത്യേക എണ്ണകൾ തയ്യാറാക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ധീരനായ പോരാളി മഹാത്മാഗാന്ധിജി വിശ്രമിക്കുന്ന റൂമിലേക്ക് മൗലാന മുഹമ്മദ് അലി ജൗഹർ കാച്ചിയെടുത്ത എണ്ണയുമായി ചൊല്ലുന്നു. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഗാന്ധിജി കിടക്കുന്ന റൂമിൽ ആ കട്ടിലിന്റെ താഴെ മുട്ടുകാലിൽ കുത്തിയിരുന്നിട്ട് ഗാന്ധിജി എന്ന് പറയുന്ന പ്രായമുള്ള ഈ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട ബാപ്പുജിയുടെ അയഞ്ഞ മസിലുകളിലേക്ക് എണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഞെട്ടുകൾ ഓരോന്നായി പൊട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഗാന്ധിജിക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കുന്നത്, നാം ഒന്ന് മനസ്സിലാക്കണം, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിക്കുകയും അതോടൊപ്പം ഈ രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രൂപപ്പെട്ട കലാപകലുഷിതമായ അന്തരീക്ഷം രൂപപ്പെട്ടപ്പോ കൽക്കട്ടയുടെ തെരുവോരങ്ങളിൽ സൗഹൃദ വേദികൾ സംഘടിപ്പിച്ച ഗാന്ധിജിയുടെ ഇടനെഞ്ചിലേക്ക് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന കപട കാപാലികൻ വെടിയുണ്ട ഉതിർക്കുമ്പോൾ ഹരേ റാം എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് ഒരു സാക്ഷാൽ ഹിന്ദുവായി പിടഞ്ഞു വീണ് മരിച്ച ഗാന്ധിജിയുടെ മസിലുകൾക്ക് എണ്ണ തേച്ച് പിടിപ്പിച്ച് സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ സന്ദേശങ്ങളെ, ഔന്നിത്യങ്ങളെ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞത് അല്ലാഹു അക്ബർ എന്ന അമരധ്വനി ഉയരുമ്പോ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ള മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന വിപ്ലവകാരിയായ പോരാളിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ പഴയകാല പൈതൃകങ്ങൾ നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും ലോകത്തിനു മുന്നിൽ വരച്ചു കാണിച്ച സൗഹൃദത്തിന്റെ തിരിച്ചറിവിലേക്ക്, ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സൗഹൃദാന്തരീക്ഷത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ
അതീന്ദ്രിയ ജ്ഞാനങ്ങളുടെ അതിർവരമ്പുകളില്ലാത്ത അത്ഭുത ലോകത്തേക്ക് മാനവനെ നയിച്ച മമ്പുറം തങ്ങളും പാപ്പയും കോന്തുനായരും പഠിപ്പിച്ച വാവര് സ്വാമിയും അയ്യപ്പനും പഠിപ്പിച്ച അതുപോലെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ വിസ്മകരകരമായ സൗഹൃദങ്ങൾക്ക് ഇവിടെ അടിത്തറപാകിയ മഹോന്നതന്മാർ പഠിപ്പിച്ച സാംസ്കാരിക തനിമയിലേക്ക് നമ്മുടെ മണ്ണ് പോകണം, നമ്മുടെ രാജ്യം പോകണം, നമ്മുടെ ചുറ്റുപാട് പോകണം. ഇവിടെ പഠിപ്പിക്കുന്ന മതങ്ങളൊക്കെയും എന്റെ പ്രിയപ്പെട്ടവരെ ദാദ്രിയുടെ മണ്ണിൽ മുഹമ്മദ് അഖ്ലാഖ് എന്ന പാവപ്പെട്ട ഒരു മനുഷ്യനെ പശുമാംസം ബീഫ് കഴിച്ചു എന്നതിന്റെ പേരിൽ ഹരേ റാം എന്ന ശബ്ദം മുടക്കി പേപ്പട്ടിയെ തല്ലും പോലെ ദാദ്രിയിലിട്ട് തല്ലിക്കൊലപ്പെടുത്തുവാൻ മുന്നിൽ നിന്ന ഇവിടത്തെ ഹൈന്ദവ സഹോദരന്മാർ അവരെ ഏതു രാമന്റെ പേരാണ് വിളിച്ചു പറയുന്നത്? വാൽമീകി രചിച്ച രാമായണത്തിന്റെ കഥാനായകനായ രാമന്റെ പേരാണ്. ആരാ പ്രിയപ്പെട്ടവരെ രാമൻ? ആരാ പ്രിയപ്പെട്ടവരെ വാൽമീകി? തമസാ നദിയുടെ തീരത്തിലൂടെ നടന്നു പോകുമ്പോ രണ്ട് കൗഞ്ചപ്പക്ഷികൾ ശൃംഖരിക്കുന്നത് കണ്ട് അതിനെ വേട്ടയാടാൻ വേണ്ടി അമ്പുമായി കുലച്ചു നിന്ന കാട്ടാളന്റെ നേരെ കൈയുയർത്തി ചാടിയ വാൽമീകി മഹർഷി മാനിഷാദ പ്രതിഷ്ഠാതമഗമഃ ശാശ്വതീയ സമഃ എൽ കൗഞ്ചോദ്മിതിനഗേഹ മാവതി കാമമോഹിത അരുതു കാട്ടാള എന്ന് വിളിച്ചു പറഞ്ഞ രാമന്റെ രാമായണത്തിന്റെ ഉപജ്ഞാതാവായ വാൽമീകി മഹർഷിയുടെ അനുയായികൾക്ക് ദാദ്രിയിൽ കലാപങ്ങൾ സൃഷ്ടിക്കാനാവില്ല, ഇവിടെ ചുടുചോര ചിന്താനാവില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന്റെ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ സുവിശേഷങ്ങൾ വിളംബരപ്പെടുത്തുന്ന ഈ മഹത്വരമായ വേദിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഇൻദല്ലാഹി അത്ഖാകും എന്ന പരിശുദ്ധമായ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.